ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറയാ സാർ, ഞങ്ങൾ ഒരുപാട് നാൾ കേരളത്തില് പല ജോലികളും ചെയ്തിരിക്ക്. ഒരു ദിവസം രാത്രി ഞാൻ ജോലി കഴിച്ച് വീട്ടിലേക്ക് വന്നിട്ടിരിക്കുമ്പോ ഈ മോതിരം കനിമൊഴിയുടെ വിരലിൽ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാ. ഇത് എന്റെ ഒരു സമ്മാനമാണെന്ന് കരുതിയാ മതി. പോട്ടെ. നമുക്ക് പോവാം. അപ്പൊ ശരി. സാർ നിൽക്കണം സാർ. വാമ്മ, വാങ്ങോ. வாங்க சார், உள்ள வாங்க. உட்காருங்க சார். സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ കുറച്ചുനാൾ ഞങ്ങൾ കേരളത്തിന്റെ പല ഇടങ്ങളിലായി താമസിച്ചിരിക്ക്. ഞങ്ങൾ പാവങ്ങളാ സാറേ. മുരുക, ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ വന്നതല്ല. ഞങ്ങളോട് സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. സാർക്ക് എന്താ അറിയേണ്ടത്? ഞങ്ങൾക്കറിയേണ്ടത് ആ കുഞ്ഞിനെ കുറിച്ചാ. വർഷങ്ങൾക്ക് മുൻപൊരു രാത്രി ശ്രീരാമകൃഷ്ണ ഓർഫനേജില് നിങ്ങൾ ഏൽപ്പിച്ച ആ കുഞ്ഞിനെ കുറിച്ച്. അത് ശരിക്കും നിങ്ങളുടെ കുഞ്ഞായിരുന്നോ? പറയാ സാർ, ഞങ്ങൾ ഒരുപാട് നാൾ കേരളത്തില് പല ജോലികളും ചെയ്തിരിക്ക്. ഒരു ദിവസം രാത്രി ഞാൻ ജോലി കഴിച്ച് വീട്ടിലേക്ക് വന്നിട്ടിരിക്കുമ്പോ അന്ന് ആർക്കാ അപകടം പറ്റിയെന്നറിയാമോ? ഇല്ല സാർ, അതൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഓടി കാർ കിടന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും അപകടം പറ്റിയ ആളിനെ കൊണ്ട് കാർ പോയിരിക്ക്. വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആ കാറിന്റെ നമ്പരോ ആരുടെങ്കിലും മുഖമോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല സാർ, അത്ര ക്ലിയറാ പാക്ക മുടിந்த അടുത്തല്ലായിരുന്നാ. പിന്നെ രാത്രിയല്ലവാ, എന്നെ പാക്ക മുടിയും. അപ്പോ ആക്സിഡന്റ് പറ്റിയ ആളുടെ കയ്യിൽ നിന്നും തെറിച്ചു പോയതായിരിക്കും ഈ കുഞ്ഞ്, അല്ലേ?
കനിമൊഴി, കനിമൊഴി. എന്താ അണ്ണാ? ദാ പിടിച്ചോ. അല്ല, ഇതേതാ കുഞ്ഞ്? ഇതിനെവിടുന്ന് കിട്ടി? അതൊക്കെ സൊല്ലേ, കുഞ്ഞിനെ പിടിങ്ക. ഇനിമേ இந்த കുഞ്ഞ് നമ്മുടെ കുഞ്ഞാണ്. ആ, എന്താ പറഞ്ഞേ? നമ്മുടെ കുഞ്ഞോ? സത്യം പറയണ, ഈ കുഞ്ഞെങ്ങനെ നമ്മുടെ കുഞ്ഞാകും? അതൊക്കെ ഞാൻ சொல்லித்தரேன். വാങ്ങ വാങ്ങ, ഉള്ള വാങ്ങ. അച്ചുടാ, എന്താ കണ്ണ? അണ്ണാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവം നമുക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ തന്നെന്ന്. എന്റെ പൂങ്കൊടി പോയ ശേഷം ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടതാ, എത്ര കരഞ്ഞതാ. നമ്മുടെ വിഷമം കടവുൾ കേട്ടിരിക്കും. അതുകൊണ്ടാ കടവുൾ കൃത്യസമയത്ത് അങ്ങ് എത്തിച്ചത്. സത്യത്തിൽ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ കിട്ടിയത്? പറയാം. ഇന്ന് കൊഞ്ചം താമസിച്ച് മുതലാളിയുടെ അടുത്ത് നിറങ്ങിയത്. ഞാൻ മെയിൻ റോഡുക്ക് പക്കത്തിൽ എത്തുമ്പോത് ഒരു വലിയ ശബ്ദം കേട്ടിருக்கு. അണ്ണാ, എനിക്കൊരു സംശയം. അണ്ണൻ ഈ കുഞ്ഞിനെ എടുക്കുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? നീ കവലപ്പെട വേണ്ട. ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോരുന്നത് യാരുമേ കണ്ടതില്ല. ആണോ? അന്റെ സമയത്ത് അവിടെ യാരുമേ ഇല്ലായിരുന്നു. ഇനി ആരെങ്കിലും ഇതിന്റെ പിന്നാലെ അന്വേഷിച്ചു വരുമോ? കുഞ്ഞിന് എനക്കാണ് കടിച്ചതെന്ന് യാർക്കും തെരിയില്ലല്ലോ. ഇനി യാരെങ്കിലും വന്നാ തന്നെ കരയില്ലേ? ഇത് നമ്മ കുഞ്ഞു താനേ, നീ പ്രസവിച്ച നമ്മ കുഞ്ഞ്. നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയ വിവരം ആളുകൾക്കൊക്കെ അറിയാമല്ലോ. അതൊക്കൊന്നും കവല വേണ്ട. അത് കൊഞ്ചം പേർക്ക് തന്നെ അറിയൂ. തൽക്കാലം കൊഞ്ച നാൾ നമുക്ക് കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോണ്ട. ഇവിടെ പിന്നെ അധികം അയൽക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്ര പെട്ടെന്ന് യാരും ഇങ്ങ പാക്ക പോവതില്ലേ. ഇനി ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇവൾ നമ്മുടെ മോളാ, നമ്മുടെ മാത്രം മോള്. ന്യൂമോണിയ ബാധിച്ചാണ് സാർ ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചത്. പൂങ്കോടിയുടെ മരണം ഇവളെ വല്ലാണ്ട് ബാധിച്ചിരിക്കും. அந்த விஷமத்தை இருக்கும்போதாണ് ഞങ്ങൾക്ക് இந்த குழந்தைய கிடைச்சது.